ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്. എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഹാസ് ദ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to k1 into 2s plus 1 by s into 5s plus 1 into 1 plus s the whole square. When the input r of t is equal to 1 plus 60, determine the minimum value of k1 so that the steady state error is less than 0.1. അപ്പോൾ നമ്മുടെ അടുത്ത് k1ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമുക്ക് g of s ഇവിടെ തന്നിട്ടുണ്ട്. k1ന്റെ വാല്യൂ നമ്മളവിടെ കണ്ടുപിടിക്കണം. അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് r of t എന്ന് പറയുന്നത് 1 plus 60 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ k1ന്റെ വാല്യൂ സോ ദാറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഇസ് ലെസ് ദാൻ 0.1 എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ r of t നമുക്ക് തന്നിട്ടുണ്ട് 1 plus 6t. നമുക്ക് അവിടെ ലാപ്ലേസ് എടുക്കുമ്പോൾ r of s കിട്ടും. r of s എന്ന് പറയുന്നത് 1 by s plus 6 by s square എന്ന് നമുക്ക് അവിടെ വരും. ആൻഡ് g of s തന്നിട്ടുണ്ട് k1 into 2s plus 1 by s into 5s plus 1 into 1 plus s the whole square. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ e of s കണ്ടുപിടിക്കുകയാണ്. e of s എന്ന് പറയുന്നത് എന്തായിരുന്നു? r of s by 1 plus g of s into h of s. ഈ r of s ന്റെ പകരം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 by s plus 6 by s square by 1 plus k1 into 2s plus 1 by s into 5s plus 1 into 1 plus s the whole square. ഇതാണ് g of s എന്ന് പറയുന്നത്. h of s എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഇനി നമ്മളിവിടെ LCM എടുക്കുകയാണ്. ഇവിടെ LCM എടുക്കുമ്പോൾ എന്ത് വരും? 1 by s plus 6 by s square. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1 by s into 5s plus 1 into 1 plus s the whole square നമുക്കവിടെ വരും. ഈ നമ്മൾ ഈ ഒരു ടേമിന് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും. ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1 by s plus 6 by s square into s into 5s plus 1 into 1 plus s the whole square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1. ഇങ്ങനെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ 1 by s വെച്ചിട്ട് ഈ ഒരു ടേമിന് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 6 by s square വെച്ചിട്ടും ഈ ടേമിനോടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഡിനോമിനേറ്റർ അതുപോലെ നമ്മൾ എഴുതാണ്. അത് ഡിനോമിനേറ്റർ നമ്മൾ രണ്ട് ടേമിനും ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ എഴുതുന്നത്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അതായത് ഈ 1 by s ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും. അപ്പോൾ 1 by s into s into 5s plus 1 into 1 plus s the whole square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1 വരും. പ്ലസ് ഈ 6 by s square വെച്ചിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ 6 by s square into s into 5s plus 1 into 1 plus s the whole square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1 നമുക്കവിടെ വരും. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കണം. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ലിമിറ്റ് s ടെൻഡ്സ് ടു 0 ഓഫ് s into e of s ആണ്. അപ്പോൾ അതിൽ ഇതാണ് നമ്മുടെ e of s എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e of s നെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അത് അപ്പോൾ അതിന് വരും ലിമിറ്റ് s ടെൻഡ്സ് ടു 0 ഓഫ് s into ഇവിടെ e of s ന്റെ പകരമാണ് നമ്മളിവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 by s into 5s plus 1 into 1 plus s the whole square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1 plus ഈ ടേം 6 by s square into s into 5s plus 1 into 1 plus s the whole square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1 അവിടെ വരും. ഇനി s വെച്ചിട്ട് നമ്മൾ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഈ ഒരു എസ് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഈ എസ് സ്ക്വയർ ഉണ്ടല്ലോ, അതിലത്തെ ഒരു എസ്സും അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെ ബാക്കി വരുന്ന ടൈം എന്ത് ചെയ്താൽ നമുക്ക് എസ് ഇൻറ്റു 5s plus 1 into 1 plus s square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1 plus ഇവിടെ 6 by s ആവും. ഇവിടെ s വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 by s into s into 5s plus 1 into 1 plus s the whole square by s into 5s plus 1 into 1 plus s the whole square plus k1 into 2s plus 1. ഇവിടുത്തെ ഈ ഒരു എസ്സും ഈ ഒരു എസ്സും നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമ്മളവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേം മൊത്തം എന്തായി മാറും? 0 ആയിട്ട് മാറും. ആൻഡ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഒരു ടേം ഇവിടെ 0 വരും. ഇപ്പോൾ 0 plus 1 വരും. ഇവിടെ നമുക്ക് 6 into 1 എന്ന് പറയുമ്പോൾ 6 ആണ് വരും. അപ്പോൾ ന്യൂമറേറ്ററിലൂടെ 6 വരും. ആൻഡ് ഡിനോമിനേറ്ററിൽ ഈ ഒരു ടേമിലൂടെ എസ് ഉള്ളതിൻ്റെ ഇത് ഇവിടെ വരെ 0 ആയിട്ട് മാറും. ഇവിടെ k1 ആണുള്ളത്. അപ്പോൾ k1 into 1 എന്ന് പറയുമ്പോൾ ഇവിടെ k1 വരും. അപ്പോൾ അങ്ങനെ ESS എന്ന് പറയുന്നത് നമുക്കവിടെ 6 by k1 എന്ന് നമുക്കവിടെ വരും.
ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് K1ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ESS ലെസ് ദാൻ 0.1. അപ്പോൾ ESS എന്ന് പറയുന്നത് 6/K1 ആണ്. അത് ലെസ് ദാൻ 0.1 ആവും വേണ്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 6/K1 0.1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ K1ന്റെ വാല്യൂ നമുക്ക് കിട്ടാൻ എത്ര? 60 ആണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? K1 ഗ്രേറ്റർ ദാൻ 60 വന്നാലാണ് എന്ത് ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.1 നമുക്കവിടെ കിട്ടുള്ളൂ.